പ്രിയപ്പെട്ടവരെ, യൂണിവേഴ്സ് മെസ്സേജിന്റെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു മുറിയിലേക്ക് നടന്നുവരുമ്പോൾ ആളുകൾ സംസാരം നിർത്തി നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഒരു വാക്കുപോലും ഉരിയാടാതെ, വസ്ത്രത്തിന്റെ പകിട്ടില്ലാതെ, വെറും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു സദസ്സിനെ മൊത്തം നിശബ്ദമാക്കാനും ആകർഷിക്കാനും കഴിയുന്ന ആ അദൃശ്യശക്തി, അതാണ് ഓറ. ചിലർ കടന്നുവരുമ്പോൾ അവിടുത്തെ വായുവിനുപോലും ഒരു പ്രത്യേക ഗാംഭീര്യം കൈവരുന്നു. അവരുടെ നടത്തത്തിലും നോട്ടത്തിലും ശരീരഭാഷയിലും പ്രസരിക്കുന്ന ആ കാന്തിക ഊർജ്ജം എങ്ങനെ നിങ്ങൾക്കും സ്വന്തമാക്കാം? മഹാനായ ചാണക്യൻ പഠിപ്പിച്ചു തന്ന, ലോകത്തെ കീഴടക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന 7 രഹസ്യതത്വങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓറ എന്നത് ഒരു വാക്കു മാത്രമല്ല, നിങ്ങളുടെ പിന്നിൽ പോലും നിങ്ങൾക്കായി ആദരവ് സൃഷ്ടിക്കുന്ന സൂക്ഷ്മമായ ശക്തിയാണത്. ആളുകൾ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളെ ഗൗരവമായി കാണുന്ന, നിങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണാൻ ധൈര്യപ്പെടാത്ത ആ ഊർജ്ജം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ യഥാർത്ഥ ബലം അവന്റെ ശബ്ദത്തിലോ അവന്റെ കൈകളിലോ അല്ല, അവന്റെ പ്രഭാവലയത്തിലാണുള്ളത്. അതാണ് ഓറ. കാരണം വാൾ ശരീരത്തെ മാത്രം കീഴടക്കുന്നു, എന്നാൽ ഓറ മനസ്സും ബഹുമാനവും വിശ്വാസവും നേടുന്നു. ഓറ ജന്മനാ ലഭിക്കുന്നതല്ല, അത് നിർമ്മിക്കപ്പെടുന്നതാണ്. 1. ആത്മവിശ്വാസം. ചാണക്യൻ പറഞ്ഞു, ഏത് വ്യക്തിയുടെ ഉള്ളിൽ ആത്മവിശ്വാസമില്ലയോ അവന്റെ അടുത്ത് ലോകം കുറച്ചുനേരം ഇരിക്കും, പക്ഷേ ഒരിക്കലും താമസിക്കില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ നടപ്പ്, നിൽക്കുന്ന രീതി, കണ്ണുകളിലെ സ്ഥിരത, ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ഓറ നിർമ്മിക്കുന്നത്. നിങ്ങൾ നിവർന്നു നിൽക്കുകയാണെങ്കിൽ, തോളുകൾ തുറന്നതും കഴുത്തുയർന്നതും കണ്ണുകളിൽ സ്ഥിരതയുമുണ്ടെങ്കിൽ നിങ്ങളെ നിസ്സാരമായി കാണാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. 2. ആത്മവിശ്വാസത്തോടെ നടക്കുക. മനുഷ്യന്റെ ആദ്യത്തെ പരിചയപ്പെടുത്തൽ അവന്റെ വാക്കുകളല്ല, അവന്റെ നടപ്പാണ്. നിങ്ങൾ ഒരിടത്ത് പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ നടപ്പ് തീരുമാനിക്കുന്നു, ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുമോ അതോ അവഗണിക്കുമോ എന്ന്. നേരായ നട്ടെല്ല്, അല്പം നിവർന്ന നെഞ്ച്, സമതുലിതമായ ചുവടുകൾ, ഇതെല്ലാം നിങ്ങൾ സ്വയം ബഹുമാനിക്കുന്ന ഒരാളാണെന്ന് വിളിച്ചു പറയുന്നു. 3. നിങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കരുത്. സംസാരം മനുഷ്യന്റെ ബുദ്ധിയുടെ കണ്ണാടിയാണ്. അനാവശ്യ സംസാരം അവന്റെ ദൗർബല്യത്തിന്റെ സൂചനയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുക, എന്നാൽ ലോകം നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കട്ടെ. നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടും. മൗനം നിങ്ങളുടെ ദൗർബല്യങ്ങളെ മറയ്ക്കുന്ന മതിലാണ്. 4. നിങ്ങളുടെ മൂല്യങ്ങൾ സ്ഥാപിക്കുക. ജീവിതത്തിൽ തത്വങ്ങളില്ലാത്ത വ്യക്തി കാറ്റിലുലയുന്ന ഇല പോലെയാണ്. നിങ്ങളുടെ ജീവിതം ഏത് ദിശയിലേക്ക് പോകണം, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കണം. സത്യം, അച്ചടക്കം, ആത്മമൂല്യം തുടങ്ങിയ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്ത വ്യക്തിയാണെന്ന് കാണുമ്പോൾ ലോകം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. 5. നിഗൂഢത സൃഷ്ടിക്കുക. നിങ്ങളുടെ ബുദ്ധി, ധനം, പദ്ധതി എന്നിവയെ ഒരിക്കലും പൂർണ്ണമായി വെളിപ്പെടുത്തരുത്. മറഞ്ഞിരിക്കുന്ന ആയുധമാണ് ഏറ്റവും ഫലപ്രദമായത്. നിങ്ങളുടെ ജീവിതം എല്ലാവർക്കും മുന്നിൽ തുറന്ന പുസ്തകമായിരിക്കരുത്. നിങ്ങൾ നിശബ്ദമായി പ്രവർത്തിക്കുകയും ഫലങ്ങൾ മാത്രം ലോകത്തിനു മുന്നിൽ കാണിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല. 6. നന്നായി വസ്ത്രം ധരിക്കുക. ലോകം നിങ്ങളെ ആദ്യം കാണുന്നു, പിന്നീടാണ് മനസ്സിലാക്കുന്നത്. വസ്ത്രധാരണം വെറും പ്രദർശനത്തിനല്ല, അത് അച്ചടക്കം, വ്യക്തത, ആത്മാഭിമാനം എന്നിവയുടെ അടയാളമാണ്. വില കൂടിയ വസ്ത്രം വേണമെന്നില്ല, പക്ഷേ വൃത്തിയുള്ളതും ശരീരത്തിന് ഇണങ്ങുന്നതുമായ വസ്ത്രം ധരിക്കുന്നത് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും. നിങ്ങൾ സ്മാർട്ടായി തയ്യാറാകുമ്പോൾ നിങ്ങൾ വെറും വസ്ത്രം ധരിക്കുകയല്ല, നിങ്ങളുടെ ഓറ ധരിക്കുകയാണ്. 7. നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. മനുഷ്യൻ സ്വയം തന്റെ മനസ്സിൽ എങ്ങനെ കരുതുന്നുവോ അവൻ അതുപോലെയായിത്തീരും. നിങ്ങൾ സ്വയം ദുർബലനായി കരുതിയാൽ ലോകവും നിങ്ങളെ അങ്ങനെ കാണും. എല്ലാ ദിവസവും എഴുന്നേറ്റ്, ഞാൻ ശക്തനാണ്, എന്റെ ആത്മവിശ്വാസം അചഞ്ചലമാണ് എന്ന് സ്വയം പറയുക. മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ഓറ തിളങ്ങാൻ തുടങ്ങും. ഒരിക്കലും ആരെയും ആകർഷിക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ആകർഷിക്കാനും ശ്രമിക്കുന്നവരാണ് ഏറ്റവും ദുർബലരായി കാണപ്പെടുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ പിന്നാലെ ഓടുന്നത് നിർത്തി സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആളുകൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും. ആകർഷിക്കുകയല്ല, സ്വാധീനിക്കുകയാണ് വേണ്ടത്. ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുകയാണെങ്കിൽ, നന്ദി പ്രപഞ്ചമേ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് കമന്റ് ചെയ്യുക.